പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ മെയിൻ ഏരിയ ആണ് തോന്നുന്നത്. ഫുള്ള് സാരികളൊക്കെയാണ്. No, people work for self. You are working beyond yourself. That's something that it's not in percentage. It's in limited number. Black cats. ചെറിയൊരു വീട് കിട്ടിയപ്പോൾ സമയത്ത് അവിടെ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ നിൽക്കുകയാണ്. ആ കുക്ക് ചെയ്യുന്ന സ്ഥലമാണ് കാണുന്നത്. ഇതൊരു പഴയ ഒരു ബംഗ്ലാവ് പോലെ ഉണ്ട്. പക്ഷെ ഇതിന്റെ ഉള്ളില് ഇതിന്റെ ഉള്ളില് ഫുള്ള് സാരികളൊക്കെയാണ്. ഇതൊക്കെ നോക്ക്, കംപ്ലീറ്റ് എന്താ പറയാ, ഒരു എന്താ പറയാ, അത് വേണ്ട അത് നോക്ക് കംപ്ലീറ്റ്. ഇവിടെ എന്തൊക്കെയോ എന്താ പറയാ, ഈ റോഡ് സൈഡ് ആയ കാരണേ ഈ പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ മെയിൻ ഏരിയ ആണ് തോന്നുന്നുണ്ട്. കാരണം സാരി കിടക്കുണ്ട്, പിന്നെ എന്തൊക്കെയോ ഉണ്ട്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. ആ പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്താണ് ഈ സംഭവം, ഈ സ്ഥാപനം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാർക്കിങ്ങിന് വരുന്ന ലോറികളൊക്കെ ഏകദേശം പാർക്ക് ചെയ്യുന്ന ഭാഗമാണ്. അപ്പോൾ ഈ എന്താ പറയുക, ലോറിക്കാരെ കേന്ദ്രീകരിച്ചാണ് ഈ സെക്ഷൽ വർക്ക് കൂടുതൽ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു മെയിൻ ഇടത്താവളമാണ് ഈ കാണുന്നത്. അത് വലിയ കുഴപ്പമില്ല, കുറച്ച് വൃത്തിയൊക്കെ ഉണ്ട്. കാരണം മഴ പെയ്യുന്ന ഭാഗമാണ്, അവിടെ വൃത്തിയുണ്ട്. നമ്മുടെ ഭക്ഷണം വെക്കുന്ന ഭാഗം ഓക്കെയാണ്. അവസ്ഥ അറിയാലോ, നോർത്ത് ഇന്ത്യയിലൊക്കെ അവസ്ഥ അറിയാലോ. നമ്മുടെ കേരളത്തെ പോലെ ഒരിക്കലും എവിടെയും പ്രതീക്ഷിക്കാൻ പാടില്ല. ചില സ്ഥലങ്ങളിൽ നല്ല സ്ഥലങ്ങൾ ഉണ്ടാവും കേട്ടോ. പിന്നെ ചൂടാണ്. ഇതുവരെ ആന്ധ്ര ഒരു എന്താ പറയുക, കർണാടക വിട്ട് ആന്ധ്ര കുറച്ച് ചൂട് ഇങ്ങനെ തുടങ്ങി വരികയായിരുന്നു. പക്ഷേ തെലങ്കാനയിൽ എത്തുന്നതോറും കുറച്ചും കൂടി ചൂട് കൂടുതലാണ്. ഭയങ്കര ഹ്യൂമിഡിറ്റി. പുറത്തൊക്കെ എന്താ പറയുക, ഉച്ച സമയത്തൊന്നും വണ്ടി യാത്ര ചെയ്യാനേ പറ്റുന്നില്ല. പിന്നെ ബാക്കി പറഞ്ഞത് റോഡിന്റെ സൈഡിൽ ഓരോരുത്തർ കേരളത്തിൽ വരുമ്പോഴാണ് വെള്ളം കയറുന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കണം, സ്റ്റാറ്റസ് മോഹം കണ്ടില്ലേ. അതേപോലെ തന്നെ ഞങ്ങൾ ഈ സൈഡിൽ ഇപ്പം ആ റോഡിന്റെ തൊട്ട് സൈഡിൽ ഞങ്ങൾക്ക് ഒരു ചെറിയൊരു റോഡിന്റെ തൊട്ട് സൈഡിൽ കാണാറില്ല, ഫുള്ള് വെയിലും കാര്യങ്ങളായതുകൊണ്ട് ആ റോഡിന്റെ തൊട്ട് സൈഡിൽ ഭക്ഷണം ഉണ്ടാക്കാൻ ഒരു ചെറിയൊരു ഷെഡ് പോലെ കണ്ട് അങ്ങനെ അതിലേക്ക് കയറി വന്നതാണ്. ഉഷാർ ഭക്ഷണമൊന്നുമല്ല, ജസ്റ്റ് കഞ്ഞിയും കുറച്ച് മുരിങ്ങൻ്റെ എല്ലാം കിട്ടി. അത് വെച്ചിട്ടാണ് അത് ചെയ്യുന്നട്ടോ. അതോടെ എന്താ മനസ്സിലായി, നമ്മൾ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയൊരു സ്പൂണാണ്. വേറെ രക്ഷയില്ല, ഞങ്ങൾ സ്പൂൺ എടുക്കാൻ വിട്ടുപോയി. ചെറിയ സ്പൂൺ ഉണ്ട്, പക്ഷേ ബാഗിൽ എവിടെയോ ആണ്. പക്ഷേ നാച്ചുറലായിട്ട് സ്പൂൺ ഉണ്ടാക്കുക. കുറച്ച് മുരിങ്ങേൻ്റെ ഇല കിട്ടി, ഇവിടെ അടുത്ത് തന്നെ കിട്ടിയാണ്. ഇവിടെ മഴ പെയ്യുന്നതുകൊണ്ട് പിന്നെ പൊടിയ കാര്യങ്ങളല്ലേ നല്ലോണം, പക്ഷേ നല്ലോണം കഴിയിട്ടുണ്ട്. അങ്ങനെ എന്താ വെച്ചാൽ പുറത്തുനിന്നൊക്കെ ഈ ഫുള്ള് എന്താ പറയുക, ഓയിലായിട്ടുള്ള ഭക്ഷണമാണ് ഫുള്ള് കിട്ടുന്നത് ഇവിടെ. അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ട് കഴിക്കണമെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ്. പിന്നെ ഞങ്ങൾ ഈ സ്റ്റൗവും കുക്കറൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ഇതിന് വിഷയമില്ല. അതേപോലെ തന്നെ പൊടികളും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. മുളക് പൊടിയായാലും മഞ്ഞൾപ്പൊടി ആയാലും ഉപ്പാണെങ്കിൽ ഇതൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തെങ്കിലും നമ്മൾ വിശപ്പടക്കാന്ന് മാത്രമേ ഉള്ളൂ ഈ യാത്ര ചെയ്യുമ്പോൾ. അല്ലാതെ വലിയ ഗംഭീരമായിട്ടുള്ള ഭക്ഷണമൊന്നും പാകം ചെയ്യാമെന്നല്ല. ഒരു നേരത്തെ എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോകും, അത്രമാത്രം. അങ്ങനെ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് സംഗതി എന്താ പറയുക, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇലക്കറികളായതുകൊണ്ട് ഭയങ്കര അടിപൊളിയാണല്ലോ. അങ്ങനത്തെ ഒരു കുറച്ചൊരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അതുപോലെ ഏകദേശം വെന്തു. അങ്ങനെ ആ വേവ് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു. ആ വെളിച്ചെണ്ണ ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ അതൊരു 2 മിനിറ്റ് 3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അതും സെറ്റ്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ കയ്യിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അരി ഉണ്ടായിരുന്നു. ആ അരി ഇതേ കുക്കറിൽ തന്നെ, ഇത് കഴിഞ്ഞിട്ട് വേണം മറ്റേ ആക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഈ കുക്കറിൽ തന്നെ കഞ്ഞിയും വെച്ച്, കഞ്ഞി പിന്നെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് കഞ്ഞിയായി. അപ്പോൾ ഈ കുക്കർ ഉണ്ടെങ്കിൽ എന്താ പറയുക, മൾട്ടി ടാസ്കിങ്ങാണ്. കാരണം എന്തും നമുക്ക് ഈ കുക്കറിനകത്ത് ഉണ്ടാക്കാം. കഞ്ഞിയും കറിയും ഉപ്പേരിയും എല്ലാം ഉണ്ടാക്കാം. അങ്ങനെ കഞ്ഞിയായി. കഞ്ഞീൻ്റെ കൂടെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ നമ്മുടെ സ്പൂൺ ഉണ്ടല്ലേ, നമ്മുടെ സ്പൂൺ കൊണ്ട് നോർത്ത് ഇന്ത്യയിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു ഭക്ഷണം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഉള്ളത് കൊണ്ട് നമ്മളതങ്ങ് ഓണം പോലെ ആക്കുക എന്ന് മാത്രമേ എടുത്ത് പറയാനുള്ളൂ. ഇതിൻ്റെ കൂടുതൽ അർജുൻ്റെ ചമ്മന്തി കൂടി ആയപ്പോണ്ടല്ലോ കലക്കി. അർജുൻ്റെ ചമ്മന്തി നല്ല രസമുണ്ട്. കുറച്ച് അച്ചാറുണ്ടായിരുന്നു. അച്ചാർ അർജുൻ ഉണ്ടാക്കി കേട്ടോ. ചേച്ചിമാർ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ കണ്ട് യാത്ര ചെയ്യുമ്പോഴാണ് ഒരു മുന്നിലൊരു ബോയിലർ വണ്ടി കണ്ടത്. അതിൻ്റെ ടയർ കണ്ടോ വണ്ടിക്ക്. എന്തോ ഒരു വലിയ ഫാക്ടറിയിൽ എന്തോ ഒരു മെഷീൻ കൊണ്ടുപോകാം. ഇവിടുന്ന് നേരെ ഇവിടേക്കാണ് പോകണം, UP കൊണ്ടുപോകുന്നത്. ഭയങ്കര മെഷീൻ തന്നെ. നോക്ക് ആ വണ്ടീൻ്റെ നീളം നോക്ക്, അടിപൊളി. ഇവർ ഇവിടെ ചോദിച്ചു എവിടേക്ക് എത്ര സമയം എടുക്കും ഈ വണ്ടി അവിടെ എത്താന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞ് 17-18 ദിവസം എടുക്കുമല്ലേ. അത്രയ്ക്കും, കാരണം ഇത്ര വലിയ ലോറി ആകുമ്പോൾ അവർക്ക് ഫാസ്റ്റ് പോകാൻ പറ്റില്ല. പതുക്കെ പോയിട്ട് ഇങ്ങനെ വരിക ചെയ്യാം. എന്തായാലും ഭയങ്കര അടിപൊളിയായ ഒരു സംഗതി അല്ലേ. ആ വണ്ടി വലിച്ചുകൊണ്ടുപോകുന്നത് ഈ ഒരു കുഞ്ഞു വണ്ടിയാണ്. അത് ജസ്റ്റ് ബാക്കിലൊരു കരിയർ മാത്രമാണ്. ഈ വണ്ടി ചെറിയ കുഞ്ഞു വണ്ടിയാണ് ഒക്കെ വലിച്ചു പോകുന്നത്. അങ്ങനെ യാത്രകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നൈസായിട്ട് ഇങ്ങനെ നീങ്ങുകയാണ്, മുന്നോട്ട് പോവുകയാണ്.
ഇവിടുന്ന് 2 റൂട്ടായിട്ട് തിരിക്കുകയാണ്. ഒന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ പൂനെ അങ്ങനെ പോകും. നമുക്ക് റൈറ്റിലേക്ക് നമുക്ക് നാഗ്പൂർ വഴി അങ്ങനെ കയറി പോകാനാണ് നമ്മൾ വിചാരിക്കുന്നത്. നമുക്ക് ഇന്നലെ ചെറിയൊരു മഴ കിട്ടിയിട്ടുണ്ട്. ഒന്നും മഴേൻ്റെ ലക്ഷണങ്ങളൊന്നുമില്ല. അതിൻ്റെ ഇടയ്ക്കാണ് ഒരു സ്കൂൾ വണ്ടി വന്നത്. നമ്മളെ കണ്ട് നമ്മളെ ഫ്ലാഗൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. എല്ലാവരും കയ്യിൽ നിന്ന് ടാറ്റയ്ക്ക് തരുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും, നിർത്താനൊന്നും പറ്റില്ലല്ലോ. പിന്നെ ഇത് ഈ കാണുന്നത് ഹൈദരാബാദിൻ്റെ KSRTC ആണ്, റെഡ് കളറ്. പറയാണ്ട് നമ്മുടെ KSRTC അത്ര വൃത്തിയും കാര്യങ്ങളൊന്നുമില്ല. സിക്കന്ദരാബാദിലേക്ക് പോകുന്ന വണ്ടി അത്. അതേപോലെ തന്നെ TGSRTC, നമ്മുടെ നാട്ടിൽ KSRTC ഇവിടെ TGSRTC ആയി മാറുകയാണ്. ശരിക്കും ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്നൊക്കെ പറയുന്നത് മാങ്ങേൻ്റെ ഒരു മെയിൻ സ്ഥലമാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അതിനൊന്നും ഭാഗ്യമില്ല. കാരണം രണ്ട് മാസം മുന്നേ ആണെങ്കിൽ മാങ്ങ കഴിച്ച് നമ്മൾ മടുത്തനാണ്. ഞാൻ വിചാരിക്കുന്നുണ്ട് അടുത്ത കൊല്ലം ഒരു മെയ് ജൂണൊക്കെ ആകുമ്പോൾ ഇങ്ങോട്ട് വരാൻ പറ്റി. കാരണം എന്നാലും മാങ്ങേൻ്റെ ഒരു കാലഘട്ടം തന്നെയാണ്. എങ്ങനെയുണ്ട് മാങ്ങ? എങ്ങനെയുണ്ട് മാങ്ങ? ടേസ്റ്റ് ഉണ്ട്. വലിയ ഓവർ മധുരമൊന്നുമില്ല, എന്നാൽ ടേസ്റ്റ് ഉണ്ട്. ഇവർ യാത്രക്കാരാണ്. ഇവർ നമ്മുടെ വണ്ടി കണ്ട് നിർത്തിയതാണ്. അവർ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അവരും ഭയങ്കര ഇൻസ്പയർഡായി. അവർ UP-ലേക്ക് പോവാം. അതായത് നാഗ്പൂരിൽ നിന്നും UP-ലേക്ക് പോവാം അവർ. ഞങ്ങൾ പിന്നെ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി. ഇവിടുത്തെ ഗ്രാമങ്ങളിൽ ആരെങ്കിലും ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചു. അപ്പം ഇവിടെ ഒരാളുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അവിടത്തേക്കുള്ള പോക്കാണ്. അവിടുന്ന് ഈ ഗ്രാമത്തിലുള്ള ഒരാളെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് പോകാനുണ്ട്. ഒരു ഗല്ലി ഉള്ള ഏരിയകളാണ്. എന്തായാലും പോയി നോക്കട്ടെ. I was just saying that people work for self, but if you are working beyond yourself, that's something that it's not in percentage, it's in limited number. And I strongly believe that kind of work which you are doing, that awareness what is to be done, because people act after what has happened. After that people act, but you are acting before it has happened and before it will happen. അങ്ങനെ വീണ്ടും യാത്ര തുടർന്ന് തെലങ്കാനയുടെ വഴി കൂടെ നടക്കുന്ന സമയത്ത് ഒരു സംഗതി എന്താ പറയുക, കൃഷികളൊന്നും നമ്മൾ കാണുന്നില്ല എന്നാണ് സത്യം. റോഡിൻ്റെ ഇപ്പുറത്തൊന്നും ഒരു കൃഷിയില്ല. ഈ കാണുന്നത് BJPൻ്റെ ഒരു ചങ്ങായി പോവുക. കാരണം അവൻ വിട്ട സൗണ്ട് നോക്ക്. ഇത് നമ്മുടെ വണ്ടിയാണ്, നമ്മുടെ കേരളത്തിലെ വണ്ടിയാണ്, KL വണ്ടിയാണ്. KL 51 കണ്ടപ്പം ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഡ്രൈവറെ കണ്ടാക്കിയതാണ്. മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമായി, അടിപൊളി. എന്തായാലും ഞങ്ങൾ യാത്രയോടെയാണ്. അങ്ങനെ റോഡിൻ്റെ അപ്പുറത്തും ഒരു കൃഷിയില്ലെന്നാണ് വീണ്ടും എടുത്തു പറയേണ്ട കാര്യം. കാരണം ഞങ്ങൾ കുറേ കൃഷി പ്രതീക്ഷിച്ചാണ് ഈ വഴിക്ക് പോകുന്നത്. പക്ഷേ തരിശായി കിടക്കുക, ഭൂമി ഒന്നുമില്ല, ഒരു കൃഷിയും കാണാനില്ല. നമുക്ക് ഒരു എന്താ പറയുക, എത്രയോ കിലോമീറ്റർ ഞങ്ങൾ പോകുന്നു, ഒരു വെറും ലോറികൾ മാത്രം, വണ്ടിയല്ലാതെ റോഡിലൊന്നും കാണാനില്ല. പിന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ അറിയാലോ, കാരണം സ്ലിപ്പാവാനുള്ള ചാൻസ് കൂടുതൽ സ്പീഡിലും പോകാൻ പറ്റില്ല. അങ്ങനെ പതുക്കെ ഇങ്ങനെ വിടുകയാണ്, യാത്ര ഇങ്ങനെ തുടരുകയാണ്. വ്യത്യസ്തമായുള്ള കാഴ്ചകളാണ്. ആ മുന്നിൽ പോണ വണ്ടിയുണ്ടല്ലോ, അങ്ങനെ ഞങ്ങൾ യാത്ര തുടരുകയാണ്. പുതിയ കാഴ്ചകൾ തകർന്നിട്ടുണ്ട്. എനിക്ക് നമ്മുടെ നാട്ടിലെ KSRTC ഒക്കെ ഈ രൂപത്തിലാക്കണം. കാരണം ഫ്ലൂറസെൻ്റ് വെക്കണം. കാരണം ബാക്കിൽ വന്ന് അടിക്കുന്നതിനൊക്കെ എന്താ പറയുക, മുന്നേ ആ ഫ്ലൂറസെൻ്റ് നല്ലൊരു ഗുണം ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടരുകയാണ്.